ഹലോ അസ്സാം വലൈക്കും. റമദാൻ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസം പുതിയ പുതിയ സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന തിരക്കിലായിരിക്കില്ല എല്ലാവരും. അപ്പോൾ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസ് സവാള നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുതായി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അതുപോലെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതുകൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ. അപ്പോൾ ഇത് നല്ല മസാലയുടെ ആ ഒരു കുത്തുമണൊക്കെ പോകുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലയുടെ കുത്തുമണൊക്കെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളിതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്രെഡും പിന്നെ കോഴിമുട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ഇതാ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 കോഴിമുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഉള്ളിൽ ഫില്ലിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്കൊന്ന് കുതിർത്തെടുക്കാം. നമ്മളിവിടെ കുറച്ച് വെള്ളത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് പാലിലും ചെയ്യാം, അപ്പോഴും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് പരത്തി കൊടുത്തിട്ട് കുറച്ച് ഫില്ലിങ്ങും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടയുടെ പീസും ചേർത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ബ്രെഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ള ബ്രെഡായിരുന്നു. അപ്പോൾ കുറച്ച് നീളത്തിലുള്ള ബ്രെഡ് മേടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സുഖമായിട്ട് റോൾ ചെയ്യാൻ പറ്റും കേട്ടോ. റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ബ്രെഡൊക്കെ ഇതുപോലെ ഇതേ സ്റ്റെപ്പിൽ ചെയ്ത് വരികയാണ്. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോട്ടിങ് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ട് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ബ്രെഡ് ക്രംസും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് നല്ല മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറിലും ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്കിത് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ കുറച്ച് റസ്ക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ കൂടുതലായിട്ട് കിട്ടാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കോട്ടിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ബ്രെഡിൻ്റെ റോള് പൊട്ടാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ മൈദയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കോട്ടിങ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്തിട്ട് ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്രെഡ് റോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. ഇതിൽ ഫില്ലിങ്സ് നമുക്ക് പല രീതിയിൽ മാറ്റിയിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ റമദാനിന് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ റമദാൻ സ്പെഷ്യൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.